തെരഞ്ഞെടുപ്പിന്റെ ഫലം വരാൻ ഇനിയും ദിവസങ്ങൾ, ആഴ്ചകൾ ബാക്കിയുണ്ട്. പക്ഷേ അതിനു മുന്നേ തന്നെ കോൺഗ്രസിൽ മുഖ്യമന്ത്രി ആരാണ്, UDFന്റെ മുഖ്യമന്ത്രി ആരാണ് എന്ന ചർച്ച വളരെ സജീവമായി തന്നെ നടക്കുകയാണ്. ചില നേതാക്കളുടെ പരോക്ഷ പ്രതികരണങ്ങൾ, പരോക്ഷമെന്ന് പറയാൻ പറ്റില്ല, പരസ്യ പ്രതികരണം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, അതാണ് ചർച്ചകൾക്ക് ഇപ്പോൾ ചൂട് പിടിപ്പിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KC വേണുഗോപാൽ എത്താനുള്ള സാധ്യത KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് നിലനിർത്തുകയാണ്. എന്നാൽ VD സതീശന് വേണ്ടി ഹൈക്കമാൻഡിൽ സമ്മർദ്ദം ചെലുത്തണം എന്നൊരു ആഹ്വാനവുമായി മറ്റൊരു വിഭാഗവും രംഗത്തുണ്ട്. ഈ പ്രവണത ശരിയല്ല എന്ന നിലപാടുമായി K ബാബുവിന്റെ പ്രതികരണവും ഈ പകൽ വന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരാൻ ഇനി 3 ആഴ്ച കൂടി കഴിയണം. എല്ലാ മുന്നണികളും ആത്മവിശ്വാസത്തിലുമാണ്. എന്നാൽ UDFും കോൺഗ്രസും കുറച്ച് കൂടുതൽ പ്രതീക്ഷയിലാണ്. ഇതോടെ കോൺഗ്രസിനുള്ളിൽ മുഖ്യമന്ത്രി ആരെന്നതിൽ നേതാക്കളെ മുൻനിർത്തി ചേരിതിരിവ് രൂപപ്പെട്ടു കഴിഞ്ഞു. KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരെ ചുറ്റിപ്പറ്റിയാണ് ചർച്ചകൾ. UDF ഭൂരിപക്ഷം നേടിയാൽ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുമെന്ന അടക്കം പറച്ചിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. ഇത് സാധൂകരിക്കുന്നതാണ് ഇന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് മാതൃഭൂമി ന്യൂസിനോട് വർത്തമാനം പറഞ്ഞപ്പോൾ പ്രകടിപ്പിച്ച ഈ അഭിപ്രായം. പൊതുവിലുള്ള ചർച്ച KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകും. പേരുകൾ പലത് വരാം, സ്വാഭാവികമായും. AICCക്ക് അതിൻ്റെ പ്രൊസീജിയറുണ്ട്, അതനുസരിച്ച് പല പേരുകൾ വരും. എങ്ങനെയാണ് വരുന്ന MLAമാരുടെ അഭിപ്രായം ഹൈക്കമാൻഡ് അഭിപ്രായത്തിലാണ് വരികയോ വരാതിരിക്കുകയോ ചെയ്യുന്നത്. KCയുടെ പേര് സജീവമാകുമ്പോൾ മറുഭാഗത്തും ചരടുവലി സജീവമാണ്. VD സതീശന് വേണ്ടി വാട്സാപ്പ് ഗ്രൂപ്പുകളിലാണ് രഹസ്യ സന്ദേശങ്ങൾ പ്രചരിക്കുന്നത്. VD സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ ഹൈക്കമാൻഡിൽ സമ്മർദ്ദം ചെലുത്താനാണ് നിർദ്ദേശമത്രേ. UK മലയാളി കോൺഗ്രസുകാരുടെ ഗ്രൂപ്പിൽ വന്ന സന്ദേശമാണ് ഈ കാണുന്നത്. VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നും KC വേണുഗോപാൽ വേണ്ട എന്നും കാട്ടി രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും മല്ലികാർജ്ജുന ഖാർഗെയ്ക്കും ഇമെയിൽ സന്ദേശം അയക്കാനാണ് നിർദ്ദേശം. ചെന്നിത്തലയ്ക്ക് വേണ്ടിയും ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്നാൽ ഇതൊന്നും ശരിയല്ലെന്നാണ് മുതിർന്ന നേതാവ് K ബാബുവിന്റെ നിലപാട്. ഇപ്പോൾ മുഖ്യമന്ത്രി ആരാകും എന്നുള്ളൊരു ചർച്ച നടത്തി അന്തരീക്ഷം മോശമാക്കുന്നത് ഒട്ടും ആശാസ്യമല്ല. അതുകൊണ്ട് ജനങ്ങളെ വേദനിപ്പിക്കുന്നു, പ്രവർത്തകർക്ക് പ്രയാസം ഉണ്ടാക്കുന്നതായ ഒരു ചർച്ചയും ആശാസ്യമല്ല. ഏതായാലും ഭൂരിപക്ഷം കിട്ടിയാൽ സീറ്റ് ചർച്ച പോലെ മുഖ്യമന്ത്രി സ്ഥാനത്തിനും മന്ത്രിസഭാ രൂപീകരണത്തിനും നേതാക്കൾ പടല തിരിയുമോ എന്നതാണ് അണികളിൽ ചിലരുടെ ആശങ്ക. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.